ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ഡേറ്റ്സ് റോളിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്, നല്ല ഹെൽത്തിയുമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈത്തപ്പഴത്തിൻ്റെ ഒക്കെ സീസണാണല്ലോ, അപ്പോൾ എല്ലാവരുടെ വീട്ടിലും കാണും. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഇതിൽ നട്ട്സും അതുപോലെ ബട്ടറും ഈത്തപ്പഴം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് കുരു കളഞ്ഞിട്ടുള്ള ഈത്തപ്പഴമാണ് കേട്ടോ. ഇപ്പം നമ്മൾ പാക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അപ്പോൾ അത് എടുത്താൽ മതി. അതാകുമ്പോൾ നമുക്ക് കഴുകേണ്ട ആവശ്യമില്ല, അത് നല്ല വൃത്തിയായിട്ട് തന്നെ വരുന്നതാണ്. അപ്പോൾ അത് നമ്മൾ കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നങ്ങ് അരച്ചെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ. അതായത് ഇതുപോലെ ആയി കിട്ടിയാൽ മതി. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ഇത് മൊത്തത്തിൽ ഇതുപോലെ എങ്ങനെ ആക്കിയെടുത്തതിന് ശേഷം ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രോളം ആയി കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 1/2 കിലോൻ്റെ അടുത്തോളം വരും കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ ഒരു പാത്രം വെക്കാം അടുപ്പിൽ. എന്നിട്ട് അതിലേക്ക് ഒരു സ്ലൈസ് ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു സൈസിലുള്ള ബട്ടറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് നന്നായിട്ട് മെൽറ്റാക്കി എടുക്കാം. നമുക്ക് ആദ്യം തന്നെ ഇതിന്ന് ഒരു നട്ട്സ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നട്ട്സ് നമ്മൾ ഇഷ്ടമുള്ള നട്ട്സൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് ബദാം എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് ഇതുപോലെ അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ കുറച്ച് പിസ്തയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് ഒന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈത്തപ്പഴത്തിൻ്റെ കൂടെ അത് മിക്സ് ചെയ്ത് വരുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇതൊരു 2-3 മിനിറ്റ് ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതേ പാത്രത്തിൽ തന്നെ നമ്മൾ കുറച്ചും കൂടെ ബട്ടർ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരു നേരത്തെ ചേർത്തതിൻ്റെ ഒരു പകുതി മതി. എന്നിട്ട് ഇത് നമുക്ക് ഇതിലേക്ക് ഈത്തപ്പഴം ചേർത്ത് കൊടുക്കാം. ഈത്തപ്പഴം നന്നായിട്ട് ഇതിൽ വഴറ്റിയെടുക്കണം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ ഈത്തപ്പഴം. എന്നാലേ നമുക്കത് റോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു പരുവത്തിൽ നമുക്ക് പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് ഇതിൽ വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, നല്ല ലൂസായിട്ട് ഇങ്ങനെ ഈ ഒരു രീതിയിലായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് എള്ള് ചേർത്ത് കൊടുക്കാം. ഞാൻ വെള്ള കളറിലുള്ള എള്ളാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി എടുത്ത് വെച്ചിട്ടുള്ള ആ നട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഞാനിത് എല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് ഇത് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം ഒന്ന് ഇതുപോലെ ഇങ്ങനെ ഒന്ന് നന്നായിട്ട് റോൾ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ഏലക്കാപ്പൊടി ഒരു നുള്ളോളം മതി, ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഇതുപോലെ ഒരു നുള്ളോളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇത് മിക്സാക്കി പെട്ടെന്ന് തന്നെ ആ ഒരു ലൂസായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് നട്ട്സൊക്കെ മിക്സാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വെക്കണം. എന്നിട്ടാണ് നമ്മൾ റോൾ ചെയ്തെടുക്കേണ്ടത്. നന്നായിട്ട് ചൂടാറണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു ഫോയിൽ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കയ്യിൽ കുറച്ച് ബട്ടറോ നെയ്യോ എന്തെങ്കിലും ഒന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. എന്നിട്ട് നമുക്കിത് രണ്ടായിട്ടാണ് ഞാനിതിപ്പോൾ ചെയ്ത് റോളാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ലഡു ഷേപ്പിലോ അല്ലെങ്കിൽ റോൾ ഷേപ്പിലോ എന്ത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ ഒരു ഫോയിൽ റോൾ ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഇങ്ങനെ ഒന്ന് രണ്ട് ഭാഗമായിട്ടൊന്നങ്ങ് മുറിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് രണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് റോളാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 മാസം പോലെ നമുക്ക് കേടുകൂടാതെ ഇത് കഴിക്കാൻ പറ്റും കേട്ടോ. പുറത്ത് തന്നെ വെച്ചിട്ട് കഴിക്കാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെള്ളമൊന്നും തട്ടാതെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് റോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഭംഗിക്ക് ഇതിൻ്റെ പുറത്ത് കുറച്ചും കൂടെ ആ ഒരു എള്ളും അതുപോലെ ഒരു പിസ്തയൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലൊരു കളറായിട്ട് കിട്ടും. നല്ലൊരു കളർഫുള്ളായിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കുറച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ അങ്ങ് റോൾ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ നന്നായിട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു ഫോയിലിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് റോൾ ചെയ്തെടുക്കാം. നല്ല ടൈറ്റായിട്ട് തന്നെ. അപ്പോൾ ഫോയിൽ കുറച്ചും കൂടെ ബട്ടർ ഒന്നങ്ങ് പുരട്ടി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ല ടൈറ്റായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്നങ്ങ് റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതൊരു ഫ്രിഡ്ജിൽ ഒരു 3 മണിക്കൂർ ഒന്ന് വെക്കണം. നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഒരു 3 മണിക്കൂർ വെച്ചാൽ നമുക്കത് നല്ല ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ 2 റോളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളിനി ഒരു 3 മണിക്കൂറിന് ശേഷം ഇതുപോലെ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് കിട്ടും കേട്ടോ. അല്ലാണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റില്ല, നല്ല ലൂസായിട്ടാണ് കിട്ടുക. അപ്പോൾ ഇതാ നമ്മളെ ഡേറ്റ്സ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതുപോലെ ഇങ്ങനെ ഡേറ്റ്സും നട്ട്സും ഒന്നും കഴിക്കാത്ത കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി കൊടുത്തതിനാൽ തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടമാവും, എടുത്തെടുത്ത് തന്നെ കഴിക്കും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്